ഹലോ നമസ്കാരം എല്ലാവർക്കും വി ആർ ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഡെയിലി വ്ളോഗും രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഞാൻ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഗ്യാസ് കഴിഞ്ഞിരിക്കുകയാണ് വീട്ടിൽ. അപ്പോൾ ഇനി എല്ലാം അടുപ്പാണ് ആധാരം, വിറകടുപ്പാണ് ആധാരം. അപ്പോൾ ചോറും കറികളും എല്ലാം ഇനി ചായയും എല്ലാം ഇപ്പോൾ അടുപ്പിൽ വെക്കണം. അപ്പോൾ അതിനുള്ള വേഗം തയ്യാറെടുപ്പിലാണ്. ഏട്ടന് പണിയുണ്ട്, അപ്പോൾ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതിനായിട്ടുള്ള വേഗം പണികളൊക്കെ തീർക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി വേഗം റിച്ചൂട്ടിനും ഏട്ടനും എണീറ്റിട്ടില്ല. പൊതുവേ റിച്ചൂട്ടൻ നേരത്തെ ഞാൻ എണീക്കുമ്പോഴൊക്കെ ആ സമയത്ത് എൻ്റെ കൂടെ എണീറ്റ് വരാറുള്ളതാണ്. പക്ഷേ ഇന്ന് അവൻ എണീറ്റിട്ടില്ല. അപ്പോഴേക്കും ഇന്ന് വേഗം എണീക്കുമ്പോഴേക്കും വേഗം പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ഏട്ടനിന്ന് ചോറിന് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങും സവാളയും തക്കാളി ഇട്ടിട്ട് തേങ്ങ വറുത്തരച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആ കറി ഉണ്ടാക്കുന്നതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഒന്നാമത് അതിന് സമയമില്ല. റിച്ചൂട്ടൻ എണീക്കുമ്പോഴേക്കും എനിക്ക് കറി ഉണ്ടാക്കി വെക്കണം. അവൻ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇന്നെ കറി ഉണ്ടാക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എല്ലാം റെഡിയാക്കി കുക്കറിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് ചായക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ അമൃതപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ക്യാരറ്റും തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ട് സവാളയൊക്കെ ചിരകിയിട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. ഈ ഒരു ഇത് അംഗനവാടിയിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക്. ഞാൻ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ പ്രഗ്നൻ്റ് ആയവർക്കും അല്ല കുട്ടികൾക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അംഗനവാടിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു പൊടി കൊണ്ടുണ്ടാക്കിയ ഉപ്പുമാവാണ്. അപ്പോൾ അതാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ, രാവിലെ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഏട്ടനൊക്കെ ജോലിക്ക് പോയി. റിച്ചൂട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജോലിക്ക് പോകണം. അതൊന്നും ഞാൻ എടുക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ ധൃതി പിടിച്ചുള്ള പണികളായിരുന്നു. അപ്പോൾ അവനെ കുളിപ്പിക്കണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഉണ്ടായിരുന്നത് ഇന്നലത്തെ മോര് കറി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു, പിന്നെ ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന ഫുഡ്. അങ്ങനെ ഞങ്ങളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയിട്ട് വൈകുന്നേരത്ത് ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്ഥലത്താണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ കോറിയുടെ ആ ഒരു ഭാഗം, ഞാൻ ഈ ഭാഗത്തൊക്കെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വിറകുണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് പോയിരുന്നത്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ വിറകുണ്ടാക്കാനൊന്നും ഞാൻ പോവാറില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് ഞാൻ പോകാറ്. അപ്പോൾ അതിൻ്റെ ഈ ഭാഗത്തായിട്ട് തന്നെയാണ് ഈ കൂറിയും സ്ഥലങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഏതോ ഒരു വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ഇതായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഞങ്ങളിങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഞങ്ങളുടെ കുട്ടിക്കാലമൊക്കെ കഴിച്ചു കൂട്ടിയിരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. കാരണം ഈ ഒരു കോറിയിൽ വന്നിട്ട് ഞങ്ങൾ കുളിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ ഇവിടെ കളിച്ച് നടന്നിരുന്നതും ഒക്കെ ഈ ഒരു ഭാഗങ്ങളിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലമൊക്കെ മുഴുവനായിട്ടും ഈ ഒരു ഭാഗങ്ങളിലായിരുന്നു ഞങ്ങൾ കഴിച്ചു കൂട്ടിയിരുന്നത്. പിന്നെ ഈ ഒരു കോറിയിൽ അന്നൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. നിറയെ വെള്ളം കോറി നിറഞ്ഞു നിൽക്കായിരുന്നു. അങ്ങനെ ഇവിടെ നീന്തിയിട്ടും അങ്ങനെയൊക്കെ കളിച്ച് രസിച്ചൊക്കെ നടന്നിരുന്നൊരു കോറിയായിരുന്നു അത്. ഇപ്പോൾ ആ ഒരു കോറിയിലെ വെള്ളമൊക്കെ ചീത്തയായി ആകെ നാശമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഒന്നും ആ ഒരു കോറിയിൽ ആരും കുളിക്കാറില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഇപ്പോൾ ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രയ്ക്കും ചീത്തയായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഈ ഒരു കോറിയിലെ വെള്ളം. ഇലകളും പൂക്കളും ആയാലും പിന്നെ പല വേസ്റ്റുകളും എല്ലാം കൂടുന്നിട്ടിട്ടും ഒക്കെ ആയിട്ടും ആകെ നാശമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ കോറിയിൽ കുളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല അസുഖങ്ങളും പിടിപെടും. അത് കാരണം കൊണ്ട് ഇപ്പോൾ ആരും അതിലങ്ങനെ കുളിക്കാറില്ല. പിന്നെ ഈ കോറിയുടെ ഭാഗത്തായിട്ട് ഓരത്തായിട്ട് പൂമരം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെടുക്കാനും കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ ഈ ഒരു ഭാഗത്ത് വൈകുന്നേര സമയത്ത് വന്ന് നിൽക്കുന്നത്. വേറെയും ആളുകൾ അവിടെ നിന്നിട്ട് കുട്ടികളവിടെ വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊന്നും ഞാനിതിൽ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ മുകളിൽ കാണുന്ന റോഡാണ് കേട്ടോ. ആ റോഡ് വഴിയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവുക. ഇപ്പം ഞങ്ങൾ താഴത്തെ റോഡിലാണ് നിൽക്കുന്നത്. ഈ കോറിയുടെ ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ നിറയെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ടില്ലേ നിറയെ
വെള്ളത്തിൽ ഇലകളും പൂക്കളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയാണ്, ആകെ നാശമായിട്ട് കിടക്കുകയാണ് കേട്ടോ. ആദ്യമൊക്കെ ഞങ്ങളിവിടെ ഒരുപാട് കുളിക്കാനും ഇപ്പോൾ ആ റോഡ് വരേക്കൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിന്നായിരുന്നു കേട്ടോ മഴക്കാലത്ത്. ഇപ്പോൾ ആ ഒരു ഭാഗങ്ങളിൽ ആ അറ്റങ്ങളിലൊക്കെ നീന്തി കളിച്ചൊക്കെ വന്നിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആകെ ഒരു കല്ല് മാത്രമുണ്ട്. പിന്നെ ഈ അവിടെ ഇവിടെയൊക്കെ ഓരോ പാറകളൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ തുണിയൊക്കെ അലക്കിയിരുന്നത്. പിന്നെ ഇതാണോ ഈ ഒരു ഒറ്റ കല്ല് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ കാരണം ആരും ഈ ഒരു കോറിയിൽ ഇപ്പോൾ കുളിക്കാനും അലക്കാനും ഒന്നിനും വരാറില്ല. കാരണം അത്രയ്ക്ക് നാശമായിട്ട് കിടക്കുകയാണ് ഈ വെള്ളം. അത് കാരണം കൊണ്ട് ഇപ്പോൾ ആരും അങ്ങനെ വരാറില്ല. നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയയാണ്. നമുക്ക് വൈകുന്നേരം സമയത്തൊക്കെ ഒന്ന് സമയം ചിലവഴിക്കാൻ, നമുക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ വന്ന് നിൽക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഈ ഒരു ഭാഗം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഒരുപാട് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണമെങ്കിലൊക്കെ ഇവിടെ വന്നിട്ട് എടുക്കാം. അങ്ങനെ ഞങ്ങൾ കോറിയുടെ ഈ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണിക്കണം, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ വേറെയുണ്ട്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഇത്രയും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി ഒരുപാട് ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇപ്പം ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്, കാരണം സമയം 6 മണിക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെയൊക്കെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കുട്ടികളുണ്ടല്ലോ കൂടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.